ഹലോ ഫ്രണ്ട്സ്, ചെമ്മനൽ പോൽ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രേവതിയുടെ തോടി വന്ന് ചോദിക്കുകയാണ് എന്തേ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് സച്ചി വെച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം ചേട്ടാ? സച്ചിയുടെ അതുപോലെ നമ്മുടെ ശ്രുതിനെ അമ്മ അടുപ്പിക്കുന്നില്ല, രണ്ടുപേരും സംസാരിക്കാൻ അനുവദിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ അച്ഛൻ വന്ന് സംസാരിച്ചു. വൈജയ് അവളിവിടെ മര്യാദയ്ക്ക് നിന്നില്ല, അവളെ മര്യാദയ്ക്ക് ഇവിടെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അവളുടെ പാട്ടിന് മലേഷ്യക്ക് കയറിപ്പോവും. പിന്നെ അതായത് നിന്റെ മോന് ഒരു ചെറുക്കനെ പോലും പെണ്ണായിട്ട് കിട്ടത്തില്ല, അവക്കാണ് നല്ല കാശുകാരനായിട്ടുള്ള ചെറുക്കനെ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ചെറിയ പേടി വന്നിട്ടുണ്ട്. അപ്പം സച്ചി പറയുക അന്ന് കറക്റ്റാ, ഓക്കെ. കാരണം ഞാൻ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അതൊരു പുതിയ അടവെടുത്തായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് കേൾക്കാതിരിക്കത്തില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശ്രുതി കയറി വരുമ്പോഴത്തേക്കും ചന്ദ്രമതി എന്നിട്ടിരിക്കും, എടാ ശ്രുതി എന്ത് ചെയ്യും ചോദിക്കും. ശ്രുതി അമ്മ എനിക്കറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എടാ ശ്രുതിനെ വിളിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇത്ര നാൾ വിളിപ്പിക്കാതിരുന്നതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് വിളിക്കാൻ വരുമ്പോഴത്തേക്ക് ശ്രുതിയുടെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ട്, ആ പുഞ്ചിരിയൊക്കെ മുഖത്ത് കാണാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ശ്രുതി ഫോൺ എടുത്ത് വിളിക്കുമ്പോഴത്തേക്കും മറുസൈഡിൽ നമ്മൾ മീര അടുത്ത് പോയിരിക്കും. ആര്? മീര അടുത്ത് പോയിരുന്നിട്ട് ഞാൻ ഇനി ആ വീട്ടിൽ പോകുന്നില്ല, പറഞ്ഞ് മാത്രമല്ല പോവുകയാണെങ്കിൽ ഇനി എനിക്ക് അവിടെ അധികാരം സ്ഥാപിക്കണം. വർഷയ്ക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതിക്ക് പിന്നെ പാവപ്പെട്ടവരായതുകൊണ്ട് കൊടുക്കത്തൊന്നുമില്ല, കാശില്ലാത്ത വീട്ടിലാണ് കൊടുക്കത്തില്ല. പക്ഷേ വർഷയ്ക്ക് അടുത്ത സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ സ്ഥാനം നഷ്ടപ്പെടും, അത് പറ്റത്തില്ല. എന്തെങ്കിലും അടവെടുത്ത് അവിടെ നിൽക്കണം. ഞാൻ പിന്നെ ബാമേൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ്. എന്താ പറയും, ഇവള് മീര പറഞ്ഞ നിനക്ക് ഇത്രയല്ലേ ഉള്ളൂ, കാരണം നീ കല്യാണിയാണെന്നും പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞാണെന്നും പിന്നെ നിനക്കൊരു കൊച്ചുണ്ടെന്നും മലേഷ്യയിൽ നിന്റെ അച്ഛൻ ഇല്ലെന്നും ഇളയപ്പനൊക്കെ കള്ളനാണെന്നും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊല്ലും, ഇപ്പം അടിച്ചേ ഉള്ളൂ. അതുകൊണ്ട് പറയുമ്പോഴത്തേക്ക് പറയാം ഒന്നുമില്ല, അതൊന്നും മാറ്റത്തില്ല. അതിനു മുമ്പ് തന്നെ അവിടെ കയറി ഞാൻ അവിടെ രാജ്ഞിയെ പോലെ, അതായത് ചന്ദ്രപതിയെക്കാട്ട് വലിയ ആളായിട്ട് അവിടെ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ കോള് വരുന്നത്. കോള് വന്നുകൊണ്ട് പെട്ടെന്ന് മീര കണ്ടു ഏതാണ്ട് ശ്രുതി വിളിക്കുന്നുണ്ടെന്ന്. വിളിക്കട്ടെ കുറേ നേരം അവർ ടെൻഷൻ അടിച്ചിരിക്കട്ടെ, കാരണം അവൻ വെറുതെ വിളിക്കുന്നതായിരിക്കും. കാരണം ഞാൻ എവിടെ പോയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അവിടെ വിളിക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. നീ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും എടുക്കണ്ട, നമുക്കും ഇത്തിരി ഡിമാൻഡ് ഉണ്ടെന്ന് അറിയണ്ട, നമ്മളും ഒരാളെ മിസ് ചെയ്യുമെന്ന് അറിയട്ടെ, നമ്മൾ മാറിക്കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് മിസ് ചെയ്യുമെന്ന് അറിയട്ടെ എന്നുള്ള രീതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തെ ശ്രുതി ഇവിടെ അമ്മയോട് പറയുക, അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം പിന്നെ ഇവിടെ പോകണം, കൂട്ടുകാരുടെ വീട്ടിൽ വല്ല പോയി കാണുമല്ലോ എന്ന് പറഞ്ഞ് സച്ചി പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ മീര ഒന്ന് വിളിച്ചു നോക്കാന്ന് പറയാം. മീര ഫോൺ വിളിക്കുമ്പോൾ തന്നെ മീര പറയണേ ശ്രുതി ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അയ്യോ ഞാനത് ചോദിച്ചില്ലല്ലോ, നീ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അല്ല ശ്രുതി എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഞാൻ അങ്ങോട്ട് വരും, അത് ഞാൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നല്ലേ ഓർത്തല്ലേ ശ്രുതി അങ്ങനെ പറഞ്ഞേ, ഫോൺ വിളിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട, ഇവിടെ ഇല്ല എന്ന് പറയുവാണ്. ശരി ഞാൻ അന്വേഷിക്കാന്നുള്ള രീതി പറഞ്ഞു. അപ്പം പെട്ടെന്ന് ടെൻഷൻ കൂടാ, ശ്രുതിക്ക് ടെൻഷൻ കൂടാ. അമ്മ അവിടെ എത്തിയിട്ടില്ല എന്നാ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടില്ല. അപ്പം ഇവളെവിടെ പോയി കിടക്കുക, ഇത്ര നേരം എവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എവിടെ പോകാനാ, അവളെവിടെയെങ്കിലും കാണും എന്നൊക്കെ പറയുവാണ്. സച്ചി പറയുക. അങ്ങനെയാണെങ്കിൽ രേവതിയോട് പറയാം, അവളെവിടെ പോകാനാ, പാർലറെടുത്ത് എവിടെ പോകാനാ, ഒന്നിക്ക് മേരെടുത്ത് പോകും, വേറെ ഫ്രണ്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല, അല്ലെ അമ്മയടുത്ത് പോയി കാണും അല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ പറഞ്ഞ അവൾക്ക് അമ്മയില്ലല്ലോ, ശ്രുതിയടുത്തേക്ക് അമ്മയില്ലല്ലോ, അച്ഛനല്ലോ, അച്ഛൻ മലേഷ്യയിലല്ലേ, വേറെ ആരാ ഉള്ളതെന്നൊക്കെ ചോദിക്കും. ഓ അത് ശരിയല്ലേ. അപ്പം പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവരെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒരു ഹോട്ടലിൽ വന്നിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി ചെന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോയി കിടക്കുമോ, ഇത്ര നേരം നിനക്ക് കണ്ണ് കണ്ടുകൂടെ, ഇവിടെ ഉള്ളവരെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുക, നിനക്ക് കണ്ണ് കണ്ടുകൂടെ നിൽക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ എല്ലാവരും നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അതെ. അപ്പം രവീന്ദ്രൻ നിനക്ക് എന്നെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് പോകത്തില്ല, നിന്നെ കാത്തിട്ട് ഒരു വീട്ടിലിരിക്കും, നിന്നെ ഇവിടെ കെട്ടിച്ചയച്ചിട്ട് നിന്റെ ഇളയപ്പനൊക്കെ നാളെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആർക്ക് സമാധാനം പറയും. അതല്ല അച്ഛാ, ഇവിടുത്തെ വിഷയം കാരണം കൊണ്ട് എന്നെ അമ്മയെ അടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചന്ദ്രമതി പറയാം, നിന്നെ അടിക്കാതെ പിന്നെ
നീ എന്നെ അത്ര നല്ല പുണ്യപ്രവൃത്തിയില്ലേ, നീ നിന്റെ കെട്ടിനെ കുറിച്ച് 50 ലക്ഷം രൂപ ഇവിടെ അടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ പരിപാടി ചെയ്ത് കൂട്ടി വെച്ചിട്ട് അത് ഞങ്ങൾ നിനക്ക് സപ്പോർട്ടാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അതെല്ലാം അതിന് ഇവിടെ തന്നെ ഷോറൂമെല്ലാം ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നുമില്ല, അതൊക്കെ ഇവിടെ ഏൽപ്പിക്കേണ്ടവൻ ആൾക്കാരെ ഏൽപ്പിക്കണമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു നിർത്ത് ശ്രുതി ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറയണം, ഇവിടെ പറഞ്ഞിട്ട് പോകണം. കാരണം നിന്റെ ഉത്തരം നിനക്കൊരു കെട്ടിയവനുണ്ട്, അമ്മായിപ്പനും അമ്മായിമ്മ എല്ലാം ഉണ്ട്, പിന്നെ ചേട്ടനും അനിയനും എല്ലാം ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, പിന്നെന്താ നീ പറയാണ്ട് പോകുന്നേ? കാരണം ഇത് ഇവിടുത്തെ ഒരു വിഷയം നടക്കുകയാണ്, ഇവിടെ തന്നെ പറഞ്ഞു തീർക്കാനുള്ള ഇതുണ്ടായിരിക്കണം. നീ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ടെൻഷനിലുണ്ടാകുന്നത് ഈ കാര്യത്തിലും. കാരണം ഞാൻ ഒരു പരിഹാരം കാണാതെ നീ ഇറങ്ങി പോവുകയാണെന്ന് ഞങ്ങൾ എന്ത് വിചാരിക്കും? അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുവാണെങ്കിൽ പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കൊലപാതകം ആരെങ്കിലും നിന്നെ അടിച്ചുകൊണ്ട് പോകുക എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പുറകെ നടക്കണ്ടേ? മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. നീ ഒരു വിഷയം വന്നുകൊണ്ട് മാത്രമല്ല നിന്നെ ഇച്ചിരി തള്ളി മാറ്റി വെച്ചേക്കുന്നത്, അല്ലാതെ നിന്നെ ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല അങ്കിളെ ഞാൻ അങ്ങനെ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് കാലേ വീഴണം ചന്ദ്രമതിയുടെ. ഉടനെ ശ്രുതിയും കൂടെ ചോർന്ന് ഓടി വന്നിട്ട് കാര്യം അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, കാരണം ഇനി ഞങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടി ചെയ്തില്ല, അമ്മ അറിയാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ഷമിക്കണം. ഉടനെ ഈ പ്രാവശ്യത്തേക്ക് തൽക്കാലത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല, ആവർത്തിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും സിവിയർ ആയിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും. മാത്രമല്ല അത് അന്ന് എന്താണ് തോന്നുന്നത് അന്നത്തെ പോലെ ഇന്നിപ്പോൾ എല്ലാവരും വന്ന് രവിയേട്ടനും മറ്റുള്ളവരും എല്ലാവരും പറയാൻ ഇടയായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നമ്മുടെ ശ്രുതി മനസ്സിച്ചിരിക്കുകയാണ്, ബാമാൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തിൽ പോയിട്ടുണ്ട്. കാര്യം ബാമാൻ്റെ ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത് മെയിനടുത്തും പറയുന്നുണ്ട്, ബാമാൻ്റെ ഇടപെട്ടത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർക്കാനുള്ള ഇടയെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുവാണ്, കാര്യങ്ങളെല്ലാവരും സോൾവ് ആക്കിയ സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ 50 ലക്ഷം രൂപയുടെ പരിപാടി? 50 ലക്ഷം രൂപ അപ്പം ശ്രുതി ചോദിക്കണം, അത് 50 ലക്ഷം നിനക്ക് വേണോ? ആ പൈസ നിനക്ക് വേണം? എനിക്കൊന്നും പൈസ വേണം, നിന്റെ പൈസ ഒന്നും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് അച്ഛൻ്റെ ക്യാഷാണ്, വർഷം ശ്രമിക്കാത്തതുകൊണ്ട് ചോദിക്കുക നിങ്ങൾക്ക് ആ കാശ് വേണമെന്ന് ചോദിക്കുക. എന്നാൽ അവർ പറയും എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ എനിക്കും വേണ്ട സച്ചിൻ രവിതായിട്ട് എനിക്കും വേണ്ട. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് 50 ലക്ഷത്തിൻ്റെ അവകാശി എന്ന് പറഞ്ഞാൽ വേറൊരാളും കൂടെ ഉണ്ട്. ആരാ? രവീന്ദ്രൻ. അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛൻ ഇനി മുതൽ ആ കസേരയിൽ, അതായത് ഷോറൂമിലെ അതിൻ്റെ ഓണർ അച്ഛനായിട്ട് മാറണം. കാരണം അച്ഛനെ അവിടെ ഇരുത്തണം. രവിയേട്ടൻ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ സച്ചിൻ? അച്ഛൻ ഉണ്ടായിരിക്കും, കാരണം ഇത് അച്ഛൻ്റെ വേർപ്പ് മുഖേന ഉണ്ടായ കാശാണ്. അപ്പോൾ അതിനനുസരിച്ച് അച്ഛനാണ് ആ കസേര ഇരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി ഞെട്ടുവാണ്. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയത്തില്ല. കാരണം ആ കസേര, അതായത് അവരൊരു സ്ഥാനത്ത് എത്തണം എന്നുള്ള രീതിയിലാണല്ലോ മറ്റുള്ളവർക്ക് ആ കാശ് കൊടുക്കാതെ അവർ തന്നെ വിനിയോഗിച്ചത്. അപ്പം അല്ലെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്തിട്ട് ഇട്ടാൽ പോരെ. അപ്പം ഇതിപ്പം ആ സ്ഥാനത്ത് ശ്രുതി ഇരിക്കേണ്ട സ്ഥാനത്തല്ല, ശ്രുതി ഇരിക്കേണ്ട സ്ഥാനത്ത് രവി കയറി വരുമോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പം സച്ചി പറയുന്നുണ്ട് ഇതിന് ഒരു തീരുമാനം എത്തണം, രണ്ടുപേരും നിങ്ങളിത് സംബന്ധിച്ച് അതിനനുസരിച്ച് അച്ഛൻ അവിടെ വന്ന് കൺട്രോളും കാര്യങ്ങളും അച്ഛൻ ചെയ്യും. അച്ഛൻ പറയുന്ന പോലെ ബിസിനസ് മുമ്പോട്ട് പോകും. അച്ഛന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ അച്ഛൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം സോൾവ് ആകും. അത് അമ്മ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം. ഇന്ന് ഉച്ചയ്ക്കല്ല വൈകുന്നേരങ്ങളിൽ നമ്മൾ നാളത്തെ വിശേഷം ഇടുന്നതായിരിക്കും. വൈകിട്ട് 7 മണിക്ക് 7:30 ആരും മിസ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.